ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇപ്പോൾ ഏതായാലും റിപ്പീറ്റേഴ്സ് ബാച്ചൊക്കെ തുടങ്ങാനായി എല്ലാ സ്ഥലത്തും. അപ്പോൾ റിപ്പീറ്റേഴ്സിന് കൊണ്ടുപോകേണ്ട ഹോസ്റ്റൽ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നാണ്. മിക്കവാറും കുറേ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടാവും പഠിക്കുക. അപ്പോൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ്, റിപ്പീറ്റേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. സോ വീഡിയോയിൽ അപ്പോൾ ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാം A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. ഒരു ടൂത്ത് ബ്രഷ് ക്യാപ്സ്യൂൾ, അതിൽ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ എടുക്കുക. പിന്നെ നമ്മൾ കുളിച്ചാൽ ഉപയോഗിക്കുന്ന ടവൽ, പിന്നെ വാട്ടർ ബോട്ടിൽ 2 എടുക്കുക. ഒരു വലിയ സ്റ്റോർ ചെയ്തൊക്കെ പറ്റുന്ന ഒരു വലിയ വാട്ടർ ബോട്ടിലും പിന്നെ ഒരു ചെറുത് ഗ്ലാസ്സൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് എടുക്കുക. പിന്നെ പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, ഹൈലൈറ്റർ ഇസ് എ മസ്റ്റ് തിങ്. കാരണം റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം ടെക്സ്റ്റ് ബുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടി വരും, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടി. അപ്പോൾ ഹൈലൈറ്റർ ഇസ് എ മസ്റ്റ്. അപ്പോൾ ഒരു 4-5 എടുക്കുക. പിന്നെ നോട്ട്ബുക്കിൻ്റെ പകരം ഫയൽ പേപ്പർ എടുക്കുക. കാരണം ഫയൽ പേപ്പർ ആകുമ്പോൾ ഡിഫറെൻ്റായിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുക പേപ്പേഴ്സ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ. പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേപ്പർ മാത്രം എടുത്ത് പഠിക്കാൻ നല്ല സുഖമാവും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫയൽ പേപ്പറാണ്. ബിക്കോസ് നോട്ട്ബുക്കിൽ കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതി തുടങ്ങുമ്പോൾ ആകെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഫയൽ പേപ്പർ എടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റിക്കി നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് നല്ല നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളൊക്കെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനും പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനൊക്കെ സ്റ്റിക്കി നോട്ട് നല്ലതാണ്. പിന്നെ ഗ്ലൂ, ടേപ്പ്, പിന്നെ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ പ്രിൻ്റ് എടുക്കുക, ഒരു വലുത്. കാരണം എന്നത് കാണുമ്പോൾ മെമ്മറൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാവും. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ. പിന്നെ ഉള്ളത് ഒരു ഡെസ്ക് ഓർഗനൈസർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് കുറേ ഓർഗനൈസേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്റ്റഡി ടേബിളിൽ എല്ലാ പെന്നും പെൻസിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തൊക്കെ ഒരു ഡെസ്ക് ഓർഗനൈസർ നല്ലതാവും. പിന്നെ ഉള്ളത് ഒരു ടേബിൾ ലാമ്പ്. ബിക്കോസ് രാത്രി ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ റൂംമേറ്റിനെ ശല്യപ്പെടുത്താൻ പഠിക്കാൻ ടേബിൾ ലാമ്പ് നല്ലതാവും. പിന്നെ ഉള്ളത് പ്ലേറ്റ്, കപ്പ്, പിന്നെ ചാർജർ, ഇയർഫോൺസ്. അതൊക്കെ നല്ല ക്ലാസ് കേൾക്കണമെങ്കിൽ ഇയർഫോൺസൊക്കെ നല്ല ഉപകാരപ്പെടും. കാരണം ഇയർഫോൺസ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ടാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ക്ലാസ് കേൾക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇയർഫോൺസ് നല്ലതാവും. പിന്നെ ഒരു ബാഗ്, പിന്നെ ഫുട്വെയർ. 2 ഫുട്വെയർ കൊണ്ടുപോകുക. കാരണം ഒന്ന് നമ്മൾ പുറത്തേക്കിടാൻ യൂസ് ചെയ്യണം, പിന്നെ ഒന്ന് റൂമിലിടാനും ഒന്ന് ബാത്റൂമിലിടാനും. കാരണം 2 സെയിം സംഭവം യൂസ് ചെയ്യുന്നത് അത്ര ഹൈജീനിക് അല്ല. അപ്പോൾ 2 കൊണ്ടുപോവുക. പിന്നെ ഉള്ളത് ബക്കറ്റും ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്. ലോണ്ടറി കൊടുക്കുന്നവരുണ്ട്, ബട്ട് അല്ലാത്തവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ബക്കറ്റ്, നമ്മൾ സോപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു നെയിൽ കട്ടർ, സാനിറ്ററി നാപ്കിൻസ്, അതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഫ്ലാസ്ക് എടുക്കുക. വെച്ചാൽ വലിയതല്ല, കുഞ്ഞതുണ്ടാവില്ല, ബോട്ടിൽ ഫ്ലാസ്ക്, അങ്ങനത്തെ എടുക്കുക. പിന്നെ അതൊക്കെ തന്നെയാണ് ബേസിക്. പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ ഖുറാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാം. പിന്നെ കുളിക്കുന്നതാണെങ്കിൽ ഒരു ബോഡി വാഷ്, ഹെയർ വാഷ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുക. ഈ സോപ്പ് അങ്ങനത്തെ സംഭവം കൊണ്ടുപോകണേക്കാട്ടി നല്ല ബോഡി വാഷൊക്കെ ആവും, ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഉള്ളത് ബോഡി മിസ്റ്റ്, ബോഡി ലോഷൻ, അങ്ങനത്തെ സ്കിൻ കെയർ സംഭവങ്ങളായിട്ടുള്ള സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം, പിന്നെ ലിപ്സ്റ്റിക്, അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതൊക്കെ കൊണ്ടുപോകാൻ. പിന്നെ ഷാമ്പു എടുക്കുക, ബോഡി വാഷൊക്കെ ഓൾറെഡി പറഞ്ഞു. പിന്നെ സ്ക്രബ്, സ്കാൾപ്പ് മസാജർ, അത് നല്ലതായിരിക്കും. പിന്നെ ഓയിൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഓയിൽ കൊണ്ടുപോകാം. പിന്നെ ജീൻസ് 2 പെയർ എടുക്കുക. കാരണം ജീൻസൊക്കെ കുറേ ഇടാം, നമ്മളെന്തായാലും ഇടില്ല. കാരണം നമ്മൾ തന്നെ വാഷ് ചെയ്യണം. ലോണ്ടറി കൊടുക്കുന്നവർക്കാണെങ്കിൽ പിന്നെ സുഖമാണ്. പിന്നെ ഉള്ളത് സാധാ വെച്ചാൽ നമ്മളെ ഫോർമൽസ് ഒരു 2 എടുക്കുക. അതാവും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നത്, അങ്ങനത്തെ എടുക്കുക. പിന്നെ വാച്ച് ബ്രേസ്ലെറ്റ്, ഹെയർ ബാൻ, ക്ലിപ്പ്, കോമ്പ്, അതൊക്കെ പിന്നെ അറിയണതാവും. അതൊക്കെ സാധാരണ തന്നെ. പിന്നെ ഇപ്പോൾ ഉള്ളത് എന്താ, നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ലാതെ നമ്മളെയൊക്കെ ഉണ്ടാവുന്നതുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാം. പിന്നെ ഒരു മിറർ നല്ലതാവും. കാരണം എല്ലായിടത്തും മിറർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മിറർ കൊണ്ടുപോകുന്നത് നല്ലതാവും. ലഞ്ച് ബോക്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബെൻഡോ ബോക്സ് അങ്ങനത്തെ കൊണ്ടുപോകാം. കാരണം എല്ലാവരേക്കും സ്റ്റീലാവും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട് ബെൻഡോ ബോക്സ് കൊണ്ടുപോകണതായിരിക്കും നല്ലത്. സ്റ്റേപ്ലർ പിൻ, സേഫ്റ്റി പിൻ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മഗ് കൊണ്ടുപോകുക, കോഫി, അതിനൊക്കെ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ തന്നെയാവും ബേസിക് ആയിട്ടൊരു ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്നത്. പിന്നെ പേപ്പർ ക്ലിപ്പ്, അതൊക്കെ കൊണ്ടുപോകുക. അതൊക്കെ പിന്നെ അറിയുന്നതായിരിക്കും, കാരണം ഫയൽ പേപ്പർ ക്ലിപ്പ് ചെയ്താനൊക്കെ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെ ബേസിക് ആയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ.
ഞാൻ ഈ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എന്താക്കുക റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സീ യു ലേറ്റർ. ബൈ.